ഹൃദ്രോഗം ഒരു വ്യക്തിക്ക് ഹൃദ്രോഗം ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ആദ്യ ലക്ഷണങ്ങൾ എന്താണ്? നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കാർഡിയാക് ഇൽനസ് അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഡിസീസ് അല്ലെ മിക്കവരും പറയാറുണ്ട് ഹാർട്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞിടക്ക് നമ്മൾ വളരെ ചെറുപ്രായത്തിൽ അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഹൃദ്രോഗം വന്ന് മരിച്ച വലിയ വാർത്തയായ സംഭവമായിരുന്നു. അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ? എന്തൊക്കെ കണ്ടാൽ നമ്മൾ സംശയിക്കണം നമുക്ക് ഹൃദ്രോഗം ഉണ്ടോ, കാർഡിയാക് ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്ന്? കാർഡിയാക് ഡിസീസ് പലതരമുണ്ട്. ഇപ്പം നമ്മൾ മിക്കവരും പറയാറുള്ള ഹാർട്ട് അറ്റാക്ക്, അത് മാത്രമല്ല അതിന് പല ഘട്ടങ്ങളും പല രീതിയിലും ഒരു വ്യക്തിക്ക് ഹൃദ്രോഗം വന്നു ചേരാം. ഏതായാലും ഇതിനൊക്കെ കോമൺ ആയിട്ട് എല്ലാത്തിനും പൊതുവായ കുറച്ച് സൈൻസ് ആൻഡ് സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങളുണ്ട്. അപ്പം ഇതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തി സാധാരണ ചെയ്യുന്ന ജോലികൾ, ഇപ്പം സാധാരണയായിട്ട് സ്റ്റെപ്പ് കയറി പോകുന്നുണ്ട്, സാധാരണ അത്യാവശ്യം നടക്കുന്നുണ്ട്, പക്ഷെ ഇത് ചെയ്യുമ്പം അനായാസമായി ചെയ്യാൻ പറ്റാതെ വരിക, സാധാരണ ചെയ്യുന്ന ജോലികൾ ചെയ്യുമ്പോൾ തന്നെ കിതപ്പ് വരികയോ ഒരു ശ്വാസ തടസ്സം പോലെ അല്ലെങ്കിൽ നെഞ്ചത്തൊരു ഭാരം ഫീൽ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ ആദ്യ ലക്ഷണങ്ങളിൽ വരുന്ന ആദ്യത്തെ പോയിന്റ്സ് നമ്മൾ കവർ ചെയ്യേണ്ടത്. അതായത് നെഞ്ചത്തൊരു ഭാരം അല്ലെങ്കിൽ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ, ഒരു സുഖമില്ലായ്മ ഫീൽ ചെയ്യും. ചിലരത് പറയണത് നെഞ്ചത്ത് എന്തോ ഭാരം കയറി ഇരിക്കുന്നത് പോലെ, ചിലവർ പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ, പലപ്പോഴും ഗ്യാസ് ഇടിച്ച് കയറി നിൽക്കുന്നു എന്ന് വരെ ചില ആൾക്കാർ വന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് ഒരു കാർഡിയാക് ഇൽനസ് ആണ് അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഡിസീസ് ആണ് എന്നുള്ളത് അറിയാതെ പലപ്പോഴും പോവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യ ലക്ഷണം എന്ന് വെച്ചാൽ നമ്മുടെ നെഞ്ചിനുള്ളിൽ ഒരു ഹെവിനെസ് ഫീൽ, ഒരു ഭാരം അല്ലെങ്കിൽ എന്തോ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഫീലിംഗ്, അതാണ് ആദ്യം കാണപ്പെടുന്ന ലക്ഷണങ്ങൾ നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത്. പിന്നെ അമിതമായ നെഞ്ചിടിപ്പ്, നമ്മൾ സാധാരണ ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പ് കയറുകയൊക്കെ ചെയ്യുവാണ്, പക്ഷെ അത് കയറി അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ നമ്മളുടെ സാധാരണഗതിയിൽ നമ്മുടെ നെഞ്ചിടിക്കുന്നത് നമ്മൾ അറിയാറില്ല. നമുക്ക് കോൺഷ്യസ് ആയിട്ട് നമ്മൾ അറിയുന്നു നമ്മുടെ നെഞ്ചിടിപ്പ് എന്നുള്ളതാണ് പാൽപിറ്റേഷൻ എന്ന് പറയുക. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരുക. നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ നെഞ്ച് പടപടാന്ന് ഇടിക്കുവാണ്. നമ്മൾ ഈ പേടിക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് ഞെട്ടുമ്പോഴോ ഉണ്ടാകുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമ്മൾ എന്തെങ്കിലും കട്ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുക. അപ്പം അതും ഒരു ഹൃദ്രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളിൽ പെടുന്ന ഒരു സംഭവമാണ്. പിന്നെ കിതപ്പ് ഫീൽ ചെയ്യുക. കിതപ്പും നെഞ്ചിടിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, കിതപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെത്ത് റേറ്റ്, നമ്മൾ ഏത് രീതിയിലാണോ ശ്വാസം എടുക്കുന്നത് അതിൽ കുറച്ചുകൂടെ സ്പീഡ് കൂടും. നമുക്ക് കുറേ കൂടെ ഓക്സിജൻ വേണം എന്നുള്ളൊരു തോന്നലിൽ നമ്മൾ സ്പീഡിൽ ശ്വാസം എടുക്കാൻ തുടങ്ങും. അത് കിതപ്പ് എന്നാണ് പറയുക. അപ്പോൾ ഈ കിതപ്പും നമുക്ക് ഉണ്ടാവുക. അത് സാമാന്യം ഇപ്പം നമ്മളൊരു 5-6 കിലോമീറ്റർ നടന്നു, അതേത് വ്യക്തിക്കും ഉണ്ടാവാം. അപ്പം അത് കണ്ട ഉടനെ എനിക്ക് ഹൃദ്രോഗമാണോ എന്നല്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന ജോലികൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിതപ്പ് ഫീൽ ചെയ്യുക. അപ്പം ഇതും അതിൻ്റെതായ ഹൃദ്രോഗം ഉണ്ട് അല്ലെങ്കിൽ അതുണ്ടാവാനുള്ളൊരു ചാൻസ് അതിനെ കാണിക്കുന്ന ഒരു ലക്ഷണമാണ്. പിന്നെ ചിലപ്പോൾ ഒരു തലയ്ക്ക് ഒരു ഭാരം, തലക്കറക്കം, ഇതൊക്കെ ഉണ്ടാവാം. ഇതൊക്കെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഒരുവിധം നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡിസീസായി നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വിട്ടുപോയി, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഉണ്ടാവുന്നതാണ് നമുക്കൊരു ഡിസി ഫീലിംഗ്, നമുക്കൊരു തല കറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്, ആ രീതിയിൽ വരിക. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളത് സ്ത്രീകളിൽ ഹൃദ്രോഗം വരുമ്പം പലപ്പോഴും ഈ ക്ലാസിക്കൽ സിംറ്റംസ് ഒന്നും പ്രസൻറ്റ് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വയ്യോളം ചിലപ്പം വീട്ടുജോലികളിൽ നിൽക്കുന്ന ആൾക്കാർ അവർ വേദനകൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റാറില്ല. മാത്രവുമല്ല അവർക്ക് ഈ ക്ലാസിക്കൽ സിംറ്റംസ് വരണമെന്നില്ല. അപ്പം പലരിലും കാണുന്നത് കഴുത്ത് വേദനയായിട്ടാണ്. അപ്പോൾ അമിതമായി കഴുത്ത് വേദന എടുക്കുന്നു, പ്രത്യേകിച്ച് അതിനൊരു കാരണമില്ല എങ്കിൽ നമുക്കത് ഒരു ഹാർട്ട് ഡിസീസിലേക്കുള്ള പോക്കാണെന്ന് വേണമെങ്കിൽ സംശയിക്കാം. പിന്നെ നമ്മുടെ ഈ താടിയെല്ലിൽ ഒരു വേദന വരിക, തോളുകളിൽ അമിതമായി ആവശ്യമില്ലാത്ത, നമ്മളൊരു ജോലി അമിതമായി ചെയ്തിട്ടില്ല എന്നിട്ട് പോലും നമ്മുടെ ശരിക്കും നമുക്കറിയാമല്ലോ നമ്മുടെ ഹാർട്ട് ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ലെഫ്റ്റ് കൈ അല്ലല്ലോ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്, എന്നിട്ടും നമ്മുടെ ആ ഭാഗത്തെ തോളിൽ വല്ലാതെ ഒരു വേദന വരിക, ഇടയ്ക്കൊക്കെ നെഞ്ചിനൊരു ടൈറ്റ്നസ്സും വേദനയും കൂടെ ഫീൽ ചെയ്യുക. ഇത് കൂടാതെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഗ്യാസിൻ്റെ സിംറ്റമായി ഒരു ഓക്കാനോ ഛർദിലോ ഒക്കെ വരാം. പിന്നെ ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും ചില വ്യക്തികൾക്ക് കിടന്നുറങ്ങുമ്പോൾ നേരെ നിവർന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അവരൊരു സൈഡിലേക്ക് തിരിയോ അങ്ങനെ കമന്നോ ഒക്കെ കിടക്കാറുള്ളൂ. അങ്ങനെ കിടക്കുമ്പം അത് മാത്രമല്ല, നമ്മുടെ ആ വീട്ടിലെ മറ്റേ അംഗങ്ങൾ പറയുന്നത് രാത്രി പെട്ടെന്ന് വല്ലാതെ ഒരു കൂർക്കം വലിക്കുന്ന ശബ്ദം കേൾക്കാം. പിന്നെ കുറച്ച് നേരത്തേക്ക് ശബ്ദങ്ങളൊന്നുമില്ല, പലതരത്തിലുള്ള ശബ്ദങ്ങളാണ്. നമ്മൾ പലപ്പോഴും മിമിക്രിയിലും ഇതിലൊക്കെ ആ സൗണ്ട് പലരും ഡിപ്പിക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ആക്ച്വലി ഒരു ഹൃദ്രോഗിക്ക് വന്നേക്കാവുന്ന ഒരു കണ്ടീഷനാണ്, സ്ലീപ്പ് ആപ്നിയ എന്നൊക്കെ പറയും. കുറച്ച് നേരത്തേക്ക് ഹൃദയം വല്ലാതെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് അത് കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ വീട്ടിലൊരാൾ വല്ലാണ്ട് കുറുക്കം വലിക്കുന്നതായിട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് സംശയിക്കാം ആ വ്യക്തിക്ക് ഹൃദ്രോഗം ഉണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ അമിതമായി വിയർക്കുക,
വെറുതെ ഇരിക്കുമ്പോൾ അമിതമായി വെട്ടി വിയർക്കുക, അല്ലെങ്കിൽ ഉറക്കത്തിൽ അമിതമായി വെട്ടി വിയർത്തിട്ട് എഴുന്നേൽക്കുക, ഉണരുക. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മളിൽ കാണുന്നുണ്ട്. നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലും ഒരു ഹൃദ്രോഗ സംബന്ധമായ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ, ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിനെയോ കണ്ട് ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അറിഞ്ഞ് അത് പ്രോപ്പറായിട്ട് ചികിത്സിക്കേണ്ടതാണ്.